വള്ളലാർ ശ്രീ രാമലിംഗസ്വാമികളുടെ അരുൾപ്പെരും ജ്യോതി എന്ന കാവ്യത്തിലെ അടുത്ത അകവലിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എൻ്റെ ആദിയ ചൂടർക്ക് ഇയൽ നിലയായിത്തത് അൻഡാം തിരു സഭൈ അരുൾപ്പെരും ജ്യോതി. തിരുസഭയിലെ അരുൾപ്പെരും ജ്യോതിയാണ് ഇവിടെ പ്രകാശിച്ചു നിൽക്കുന്നത്. എൻ്റാദിയ ചൂടർക്ക് ഇയൽനില ആയിത്തത് എൻ്റാദിയ ചൂടർ, അതായത് സൂര്യ അഗ്നിക്കും ചന്ദ്ര അഗ്നിക്കും മൂലകാരണമായി വർത്തിക്കുന്നത് ഇയൽ നിലയിൽ നിൽക്കുന്ന അരുൾപ്പെരും ജ്യോതിയാണ്. തിരുസഭയിലെ ചിതാകാശത്തിലെ തിരുസഭയിലെ അരുൾപ്പെരും ജ്യോതി സൂര്യാഗ്നിക്കും ചന്ദ്രാഗ്നിക്കും മൂലകാരണമായി നിലകൊള്ളുന്നു. അപ്പോൾ സൂര്യൻ്റെ അഗ്നിക്ക്, സൂര്യൻ്റെ ചൂടിന് കാരണക്കാരൻ ഈ അരുൾപ്പെരും ജ്യോതിയാണ്. ചന്ദ്ര അഗ്നിക്ക് മൂലകാരണമായിട്ടുള്ളത് ഈ അരുൾപ്പെരും ജ്യോതിയാണ്. സൂര്യനെയും ചന്ദ്രനെയും നമ്മൾ ഈശ്വരനായിട്ടാണ് കരുതുന്നത്. സാക്ഷാൽ ഈശ്വരനാണ് സൂര്യഭഗവാൻ എന്നാണ് നാം ഇവിടെ ഇതേവരെ കരുതിയിരുന്നത്. ആ സൂര്യന് വെളിച്ചം നൽകുന്ന, ആ സൂര്യന് ചൂട് നൽകുന്ന ആദിപ്രകാശമാണ് അരുൾപ്പെരും ജ്യോതി. അപ്പോൾ ഈശ്വരൻ്റെ ഈശ്വരൻ, ഗുരുവിൻ്റെയും ഗുരുവായ ഗുരുവതീശനാണ് ഇവിടെ അരുൾപ്പെരും ജ്യോതി. അപ്പോൾ സൂര്യനെ തന്നെ ഈശ്വരനായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഒരു ഉപനിഷത്തുണ്ട്, സൂര്യോപനിഷത്ത്. ആ സൂര്യോപനിഷത്തിൽ സൂര്യൻ്റെ ചൂടിനെക്കുറിച്ചും സൂര്യൻ്റെ പ്രകാശത്തെക്കുറിച്ചും എങ്ങനെ ഈശ്വരീയമായ അനുഭൂതിയിലേക്ക് നമ്മെ നയിക്കുന്നു എന്ന് വിവരിക്കുന്ന ഒരു ഉപനിഷത്തുണ്ട്, സൂര്യോപനിഷത്ത്. അതിലെ കുറച്ച് ഭാഗങ്ങളിലേക്ക് നമുക്ക് ആദ്യം കിടക്കാം. ഈ സൂര്യൻ്റെ ചൂടിനെയും അല്ലെങ്കിൽ സൂര്യൻ്റെ പ്രകാശത്തെയും അധിഗമിക്കുന്ന പ്രകാശമാണ് അരുൾപ്പെരും ജ്യോതി എന്നാണ് വള്ളലാർ സ്വാമികൾ ഇവിടെ പറയുന്നത്. ആദ്യം നമുക്ക് സൂര്യൻ്റെ ആ ശക്തിവിശേഷങ്ങളെക്കുറിച്ച് നോക്കാം. സൂര്യനെ സംബന്ധിച്ച് അഥർവവേദത്തിൽ ഒരുപാട് മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രത്തിൻ്റെ ഋഷി ബ്രഹ്മാവാകുന്നു, ഛന്ദസ് ഗായത്രി, ദേവത സൂര്യനുമാണ്. ഹംസസോഹം അഗ്നി, നാരായണയുക്തമാണ് ബീജം. ഹൃല്ലേഖ ശക്തി, വീതാദി സംസർഗ സംയുക്തം കീലകം. ഇതിൻ്റെ വിനിയോഗം 4 വിധത്തിലുള്ള പുരുഷാർത്ഥത്തിനാണ്. 6 സ്വരങ്ങളിൽ പ്രതിഷ്ഠിതമായ ബീജത്തോടൊപ്പം ഷഡംഗ രക്തകമലത്തിൽ സ്ഥിതനും 7 അശ്വങ്ങളെ കെട്ടിയ രഥത്തിൽ അതിരൂഢനും ഹിരണ്യവർണ്ണനും 4 ഭുജങ്ങളിൽ കമലം, വരമുദ്ര, അഭയമുദ്രാത്മകമായ കാലചക്രത്തിൻ്റെ വിധായകത്വം ഈ നിലയിൽ സൂര്യദേവനെ അറിയുന്നവൻ തന്നെയാണ് ബ്രാഹ്മണൻ. സൂര്യനാരായണൻ പ്രണവത്തിൻ്റെ അർത്ഥഭൂതമായ ചിത് സത് ആനന്ദമാണ്. ഭുവഹ ഭുവഹ സ്വഹ രൂപത്തിൽ ത്രൈലോക്യാത്മകനാണ് സൂര്യൻ. വിശ്വരചിതമായ അദ്ദേഹത്തിൻ്റെ തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ ഭഗവാൻ ഞങ്ങളുടെ ബുദ്ധിയെ വേണ്ട വിധത്തിൽ പ്രേരിപ്പിക്കട്ടെ. സൂര്യൻ സമ്പൂർണ്ണ സ്ഥാവര ജംഗമങ്ങളുടെ ആത്മാവാകുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഈ ഭൂതങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൽ തന്നെ യജ്ഞങ്ങൾ, മേഘം, ആത്മാവ് എല്ലാം ആവിർഭൂതമായി. അല്ലയോ ആദിത്യ, ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുന്നു. അങ്ങ് തന്നെ കർമ്മവും കർത്താവും, അങ്ങ് തന്നെ ബ്രഹ്മാവും വിഷ്ണുവും, അങ്ങ് തന്നെ രുദ്രൻ. ഋക്ക്, യജുസ്, സാമം, അഥർവം ഇതൊക്കെ അങ്ങ് തന്നെ. അങ്ങ് സമ്പൂർണ്ണ ഛന്ദരൂപനാണ്. ആദിത്യനിൽ നിന്ന് തന്നെയാണ്
വായു, ഭൂമി, ജലം, ജ്യോതിസ്, ആകാശം, ദിക്കുകൾ എല്ലാം ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൽ നിന്നാണ്. ദേവന്മാർ ഉത്ഭവിച്ചത്, വേദങ്ങൾ ഉൽപ്പത്തിയും അദ്ദേഹത്തിൽ നിന്ന് തന്നെ. ഈ ബ്രഹ്മാണ്ടത്തെ ആദിത്യനാണ് തവിപ്പിക്കുന്നത്. ആദിത്യൻ തന്നെയാണ് ബ്രഹ്മം. അന്ധകരണ രൂപവും അദ്ദേഹം തന്നെ. പഞ്ചപ്രാണങ്ങളുടെ രൂപത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും സൂര്യൻ തന്നെ. പഞ്ചേന്ദ്രിയങ്ങളുടെ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതും അവൻ തന്നെ. ജ്ഞാനേന്ദ്രിയങ്ങളും അദ്ദേഹമാണ്. ജ്ഞാനവിജ്ഞാനയുക്തനും ആനന്ദമയനും ഈ ആദിത്യനാകുന്നു. പിന്നീട് പറയുന്നുണ്ട്, അല്ലയോ സൂര്യ, ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. ഭഗവാനെ, മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുക. വിശ്വത്തിന് കാരണഭൂതനും തേജസ്വിയുമായ സൂര്യന് നമസ്കാരം. സൂര്യനിൽ നിന്നാണ് ഈ സകല ചരാചര പ്രാണികളുടെയും ഉൽപ്പത്തി ഉണ്ടായിട്ടുള്ളത്. അവയെല്ലാം സംരക്ഷിക്കുന്നത് സൂര്യൻ തന്നെയാണ്. അവസാനം സകല ജീവികളും അദ്ദേഹത്തിൽ ലീനനായി ഭവിക്കുന്നു. ആ സൂര്യൻ ഞാൻ തന്നെയാണ്. സവിതായ ദേവൻ നമ്മുടെ കണ്ണാണ്. അപ്പോൾ സവിതാവായ ദേവൻ പിണ്ടശരീരത്തിലെ കണ്ണാണെന്ന് പറയുകയാണ്. നമുക്കത് പിണ്ടത്തിലേക്ക് കിടക്കുമ്പോൾ അത് കൂടുതൽ കിടക്കാം. അപ്പോൾ സൂര്യ ഉപനിഷത്തിൽ സൂര്യനെ പരമദേവനായിട്ടാണ് കരുതുന്നത്. ആ സൂര്യന് ശക്തി കൊടുക്കുന്നത്, ആ സൂര്യന് പ്രകാശം കൊടുക്കുന്നത് ഈ അരുൾപ്പെരും ജ്യോതിയാണെന്നാണ് വള്ളലാർ സ്വാമികൾ പറയുന്നത്. അപ്പോൾ സൂര്യന് തേജസ് കൊടുക്കുന്നതും ചന്ദ്രൻ്റെ അഗ്നിയായി പ്രകാശിക്കുന്നതും ഈ അരുൾപ്പെരും ജ്യോതിയാണ്. അപ്പോൾ സൂര്യാഗ്നിക്കും മേലെയാണ് അരുൾപ്പെരും ജ്യോതി, ചന്ദ്രാഗ്നിക്കും മേലെയാണ് അരുൾപ്പെരും ജ്യോതി. സൂര്യനെയും ചന്ദ്രനെയും ജ്വലിപ്പിക്കുന്നത് അരുൾപ്പെരും ജ്യോതി ആണ്, പരമപുരുഷനായ അരുൾപ്പെരും ജ്യോതി. അപ്പോൾ ഈ പരമപുരുഷനായ അരുൾപ്പെരും ജ്യോതിയെ ഋഗ്വേദത്തിലും വർണ്ണിക്കുന്നുണ്ട്. ഋഗ്വേദത്തിൽ 10ാം മണ്ഡലത്തിൽ ചില സൂക്തങ്ങളിൽ 16 സൂക്തങ്ങളിലായിട്ട് ഈ അരുൾപ്പെരും ജ്യോതിയെ ആദിപുരുഷനായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് വിവരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. നമുക്ക് അതുകൂടി നോക്കാം. 1000 ശിരസ്സുകളും 1000 കണ്ണുകളും 1000 കാലുകളുമുള്ള യാതൊരു പുരുഷനുണ്ടോ ആ പുരുഷൻ ഈ ഭൂമിയെ സർവത്ര പരിവേഷ്ടനം ചെയ്ത് സർവത്ര വ്യാപിച്ച് എങ്ങും ഒതുങ്ങാതെ 10 വിരലോളം ബ്രഹ്മാണ്ടത്തിനപ്പുറത്തേക്ക് വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു. വർത്തമാനകാലത്തുള്ള ഈ ജഗത്ത് മുഴുവൻ പുരുഷൻ തന്നെ. ഭൂതകാലത്തിൽ ഉണ്ടായത് എന്തൊക്കെയോ ഭാവി കാലത്തിൽ ഉണ്ടാകാനിരിക്കുന്ന എന്തൊക്കെയോ ഇതൊക്കെയും പുരുഷൻ തന്നെ. എന്ന് മാത്രമല്ല അമൃതത്വത്തിൻ്റെ സ്വാമിയും ഈ പുരുഷൻ തന്നെ. എന്തെന്നാൽ അദ്ദേഹം അന്നം നിമിത്തമായി സ്വയം മാറിയിരിക്കുന്നു. എപ്പോൾ ദേവന്മാർ പുരുഷനാകുന്ന ഹവിസ് കൊണ്ട് യജ്ഞം ചെയ്യുന്നുവോ അപ്പോൾ വസന്തർത്തു ഇതിന് നെയ്യായി തീർന്നു. ഗ്രീഷ്മർത്തു ഇന്ധനമായി മാറി. ശരദൃതു ഹവിസായി. ആദിയിൽ ജനിച്ച ഈ യജ്ഞപുരുഷനെ യജ്ഞത്തിൽ വച്ച് സാധ്യന്മാരായ പ്രജാപതി പ്രഭൃതികളും ഋഷിമാരുമാകുന്ന ചിലരുണ്ടോ പ്രോക്ഷണം ചെയ്ത് ആ ദേവന്മാർ ആ പുരുഷനെ കൊണ്ട് യജിക്കുകയും ചെയ്തു. സർവാത്മകനായ പുരുഷനെ ഹോമിക്കുന്ന ആ യജ്ഞത്തിൽ നിന്ന് ദധിമിശ്രമായി നെയ്യ് സംഭരിക്കപ്പെട്ടു. വായുലോക പ്രസിദ്ധങ്ങളും കാട്ടിൽ ജീവിക്കുന്നവയുമായ മൃഗങ്ങളെയും ഗ്രാമത്തിൽ ജീവിക്കുന്ന ഏതൊക്കെയോ ആ മൃഗങ്ങളെയും ഈ സൃഷ്ടികർത്താവാണ് സൃഷ്ടിച്ചത്. ഇവിടെ ആദിപുരുഷനെക്കുറിച്ചായിട്ടാണ്. പുരുഷനാകുന്ന ഹവിസ് കൊണ്ടാണ് യജ്ഞം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്.
പുരുഷനാകുന്ന ഹവിസ് കൊണ്ട് യജ്ഞം ചെയ്തു. ആ പുരുഷനും മേലെയാണ് ഋഗ്വേദത്തിൽ പറയുന്ന ആ ആദി പുരുഷ സങ്കല്പത്തിനും മേലെയാണ് ഈ അരുൾ പെരും ജ്യോതി എന്നോർക്കുക. ഈ അരുൾ പെരും ജ്യോതിയെയാണ് തിരുമൂലദേവൻ തിരുമന്ത്രത്തിലെ 8ാം തന്ത്രത്തിൽ വിരിക്കുന്ന നിന്റാൻ നിലം മുഴുത് അണ്ടവും മേലുറ വൻതാൾ അജുരർ അമരും ഉയന്തിടപ്പ് പിന്താൻ ഉലകം പടൈത്തവൻ പേർ നന്ദി നന്താൾ ഇണയൻ തലൈമീച്ചൈ യാനതേ. ശിവം അണ്ടമാകെ വ്യാപിച്ച് താഴികക്കുടം പോലെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ശിവം അണ്ടമാകെ വ്യാപിച്ച് താഴികക്കുടം പോലെ നിൽക്കുന്നു. അപ്പോൾ ഈ ബ്രഹ്മാണ്ടങ്ങളിൽ താഴികക്കുടം പോലെയാണ് നിൽക്കുന്നത്. അതായത് രസകരമായ ഒരു അലങ്കാര കൽപ്പന ഇവിടെ ഭഗവത്ഗീതയും അതുപോലെ തിരുമൂലദേവനും കൊടുക്കുന്നുണ്ട്. മുകളിൽ വേരും ചുവട്ടിൽ കൊമ്പും ഫലങ്ങളുമായി തലകുത്തനെ ഭൂർഭുവസ്വഹ സ്ഥിതിയിൽ അമർന്നിരിക്കുകയാണ് ഈ അരുൾ പെരും ജ്യോതി. ഇപ്രകാരം ഭൂർഭുവസ്വഹ സ്ഥിതിയിൽ തൃപ്പാദം നൽകി നിൽക്കുന്നത് അസുരദേവാദി ജീവന്മാരുടെ ജീവത്വം നിലനിർത്തുവാൻ വേണ്ടിയാണ്. ഈ അവസ്ഥയിൽ അമർന്ന ശേഷം അവൻ ജഗത്തിനെ സൃഷ്ടിച്ച് അരുളി. അവൻ്റെ പേരാണ് നന്ദി, അവൻ്റെ പേരാണ് ശിവം, അവൻ്റെ പേരാണ് അരുൾ പെരും ജ്യോതി. അപ്പോൾ ഈ അരുൾ പെരും ജ്യോതിയെയാണ് ഇവിടെ തിരുമൂലദേവനും വർണ്ണിക്കുന്നത്. അപ്പോൾ അണ്ടത്തിൽ കാണുന്ന അരുൾ പെരും ജ്യോതി, പിണ്ടത്തിൽ കാണുന്ന അരുൾ പെരും ജ്യോതി. അപ്പോൾ അണ്ടത്തിലും പിണ്ടത്തിലും ഈ അരുൾ പെരും ജ്യോതി നിത്യമായി നിതാന്തമായി ആദിമധ്യാന്തഹീനമായി പ്രകാശിച്ചു കൊണ്ടേ നിൽക്കുന്നു. സൂര്യനും സൂര്യാഗ്നിക്കും ചന്ദ്രാഗ്നിക്കും അപ്പുറം സാക്ഷാൽ പുരുഷനായി ഈ അരുൾ പെരും ജ്യോതി അണ്ടത്തിലും പിണ്ടത്തിലും എല്ലായ്പ്പോഴും എപ്പോഴും ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും നിരന്തരം ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ നിരന്തരം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ അരുൾ പെരും ജ്യോതിയെയാണ് വള്ളലാർ സ്വാമികൾ ഈ വരികളിൽ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ സൂര്യാഗ്നിക്കും ചന്ദ്രാഗ്നിക്കും മേലെ കുടികൊള്ളുന്ന പുരുഷാഗ്നിയാണ് ഈ അരുൾ പെരും ജ്യോതി. അത് പിണ്ടത്തിൽ എങ്ങനെ കുടികൊള്ളുന്നു എന്ന് നോക്കാം. തലകുത്തി നിൽക്കുന്ന ആൽമരത്തെ തിരുമൂലദേവൻ ചിത്രീകരിക്കുന്നുണ്ട്. അതായത് മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ആദിപരാശക്തിയാണ് അരുൾ പെരും ജ്യോതി. അപ്പോൾ ശരീരത്തിൽ അരുൾ പെരും ജ്യോതി മൂലാധാരം മുതൽ സഹസ്രാരം വരെ ഉയർന്നു നിൽക്കുന്നു. ഈ മൂലാധാരത്തിൻ്റെ 2 വശങ്ങളാണ് ഇടതുവശവും വലതുവശവും. അതായത് ഇട പിങ്കള. ഇട എന്ന് പറയുന്നത് ചന്ദ്രാഗ്നിയാണ്, പിങ്കള എന്ന് പറയുന്നത് സൂര്യാഗ്നിയാണ്. ഇതിൻ്റെ നടുവിലാണ് സുഷുമ്ന നാഡി കുടികൊള്ളുന്നത്, സുഷുമ്ന ശക്തി കുടികൊള്ളുന്നത്. ആ സുഷുമ്നയിലാണ് ഈ അരുൾ പെരും ജ്യോതി വിളങ്ങി നിൽക്കുന്നത്. അത് മൂലാധാരത്തിലെ ഗണപതിയിൽ നിന്ന് സഹസ്രാരത്തിലെ അരുൾ പെരും ജ്യോതിയായിട്ട് വികസിക്കുന്നു. അപ്പോൾ നമ്മുടെ ശിരസിൽ ആജ്ഞാചക്രത്തിൽ ഈ അരുൾ പെരും ജ്യോതി വിടർന്ന് വിലസി പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ശരീരത്തിൽ, അതായത് പിണ്ടത്തിൽ ഈ അരുൾ പെരും ജ്യോതി എവിടെ നിന്ന് തുടങ്ങുന്നു? മൂലാധാരത്തിൽ നിന്ന് തുടങ്ങി മണിപൂരകം തുടങ്ങി അനാഹതം വഴി നേരെ ആജ്ഞാചക്രത്തിൽ അരുൾ പെരും ജ്യോതിയായി പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേ പരിലസിക്കുന്നു. ഇതാണ് സൂര്യാഗ്നിക്കും ചന്ദ്ര അഗ്നിക്കും അപ്പുറമുള്ള ശിവാഗ്നി, അരുൾ പെരും ജ്യോതി. അത് നമ്മുടെ ത്രിനേത്രമായി ശോഭിക്കുന്നു. ആജ്ഞാചക്രത്തിലെ
ത്രിനേത്രമായി അതിൽ നിന്ന് അരുൾ പെരും ജ്യോതി നിത്യമായി പ്രവഹിക്കുമ്പോൾ നാം മരണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഈ മരണമില്ലാത്ത അവസ്ഥയെയാണ് അരുൾ പെരും ജ്യോതി ധ്യാനത്തിലൂടെ നാം എത്തിച്ചേരുന്ന ഏറ്റവും ഉന്നതമായ അവസ്ഥ. ഓം ശിവായ നമഃ.